കരിയിട്ട മുണ്ടാണോ? ഇതിന്റെ അടിവശം മൊത്തം ചെളിയാണല്ലേ? ഞാൻ നന്നായിട്ട് അലക്കിയത് അമ്മ കല്ലിട്ടിട്ട് ഇത്ര അഴുക്കേ പോകുന്നുള്ളൂ. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി വാഷിംഗ് മെഷീൻ ഇട്ടൊന്ന് അലക്കാം. വാഷിംഗ് മെഷീനോ? കല്ലിലിട്ട് അലക്കിയാ മതി. വാഷിംഗ് മെഷീൻ അലക്കുന്നതേ അച്ഛന് ഇഷ്ടമല്ല. കല്ലിട്ട് അലക്കിയാ മതി. ഓ, പറച്ചില് കേട്ടാത്തോന്നും വാഷിംഗ് മെഷീനും വേലക്കാരികളെ വീട്ടിൽ നിന്ന് വന്നയാണെന്ന്. ഞാൻ ഇതൊന്നുകൂടി അലക്കാം അമ്മ. ഓ, കേറിക്കിടക്കാൻ ഒരു കൂരയില്ല, എന്നിട്ട് അവിടെ ഒരു വാഷിംഗ് മെഷീൻ. ഇത് ചായ അതാ വരുന്നു. എന്താ എടി, കല്യാണം കഴിഞ്ഞ് എത്ര നാളായി? ഇതുവരെ നീ ഒരു ചായ ഇടാൻ പഠിച്ചില്ലേ? ഞാനൊന്ന് ഒന്നുകൂടി ഇട്ടിട്ട് കൊണ്ടുവരാം. നീ വേണ്ട, അതിട്ടിരുന്നാലും ഇതുപോലെ തന്നെയല്ലേ ഇരിക്കണം. രാവിലത്തെ കാപ്പിയെങ്കിലും ഇത്തിരി വായിക്ക് വെക്കേണ്ട രീതിയിൽ ഉണ്ടാക്കും. ചേട്ടനിന്ന് ഓട്ടോ ഉണ്ടോ ആയിട്ട്? നീ എന്നും ഓട്ടോ അറേഞ്ച് ചെയ്ത് തരണേ എനിക്ക്. അല്ല, ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് പുറത്ത് പോവാന്ന് വൈകിട്ട്. കുറെ നാളായില്ലേ, ഇന്നെന്റെ പിറന്നാളും കൂടിയാണ്. അതിന് നീ രൂപ കെട്ടി വെച്ചിട്ടുണ്ടോ? ഒന്നും അറിയണ്ടല്ലോ, ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് തിന്നോണ്ടിരുന്നാ പോരെ. കെട്ടി എഴുന്നള്ളിക്കൊണ്ട് പുറത്തോട്ട് പോവാനേ നീ പൈസ അടുക്കി വെച്ചിട്ടുണ്ടോ? എന്താ ഇവിടെ കാശിന്റെ കാര്യമൊക്കെ പറയുന്നു? അതച്ഛാ, ഞാൻ വിചാരിച്ചു വൈകിട്ട് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാന്ന്. ഇന്നെന്റെ പിറന്നാളാ. നിന്റെ പിറന്നാളാണെന്നൊരു അനാവശ്യമായിട്ട് പൈസ ചെലവഴിക്കണം. അതൊന്നും വേണ്ട. അങ്ങനെ അനാവധി ചെലവഴിക്കാനൊന്നും ഈ കുടുംബത്തിൽ കാശില്ല. അതൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് മതി. അച്ഛാ, ഇവക്കൊന്നും കാശുണ്ടാക്കണ പാടറിഞ്ഞൂടാ. 3 നേരം മൃഷ്ടാനം തിന്നെ അറിയാം വീട്ടിലിരുന്ന്. നീ മിണ്ടരുത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെന്ന് കരുതി എന്തെല്ലാം കോഴ്സിന് കൂട്ടി ചേർത്തു. എന്നിട്ട് അതെല്ലാം പകുതി കിട്ടി നിർത്തി. കല്യാണം കഴിച്ചാലെങ്കിൽ രക്ഷപ്പെടുമെന്ന് കരുതി. എന്നിട്ട് എന്തായി? ഒരു ടാക്സിയെങ്കിലും ഓടിച്ച് രക്ഷപ്പെട്ടെന്ന് കരുതിയാണ് ഒരു കാർ എടുത്തു തന്നെ. എന്നിട്ട് മൂക്കറ്റം മദ്യപിച്ച് നടക്കുന്നതല്ലാതെ നിന്നെ കൊണ്ട് എന്ത് പ്രയോജനമാണോ ഉള്ളത്? എന്റെ ജീവിതം ഇങ്ങനെ ആക്കിയത്